ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗലൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയും മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെയും രണ്ട് ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമുക്ക് എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കോഴ്സൊന്നുമല്ല, ഒരു 3.5 മണിക്കൂറുള്ള കോഴ്സും 4.5 മണിക്കൂറുള്ള 2 കോഴ്സസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബോറടിക്കുന്നില്ല. നമ്മൾ ഓൺലൈൻ കോഴ്സസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ലെങ്തി ആയിരിക്കും, നമുക്ക് തന്നെ ചിലപ്പം ബോറടിക്കും. പക്ഷേ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു 3.5 മണിക്കൂറോ ഒരു 4.5 മണിക്കൂറോ കൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയും എക്സലിൻ്റെയും ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിരുന്ന 2 കോഴ്സസാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സലിനെ പറ്റിയിട്ടും വേർഡിനെ പറ്റിയിട്ടും വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഈ 2 കോഴ്സ് എടുത്താൽ ചുരുങ്ങിയൊരു ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവസാനം നമുക്ക് നമ്മുടെ പേരിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. പക്ഷേ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ഓൺലൈൻ സർട്ടിഫിക്കേഷന് വലിയ വാല്യൂ ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എന്തായാലും നമുക്കത് റെസ്യൂമിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓൺലൈൻ സർട്ടിഫിക്കേഷനിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണിത്. ഇതിൻ്റെ അകത്ത് പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണ് ഈ വെബ്സൈറ്റ്, ഈ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പൈത്തൻ്റെ ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനായാലും ഡാറ്റാ സയൻസിനാണെങ്കിലും അങ്ങനെ ഒരുപാട് കോഴ്സസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. പക്ഷേ നമ്മൾ നോക്കുന്നത് വെച്ചാൽ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സല്ല, നമ്മൾ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഏറ്റവും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പോവുക. താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പേജസിൻ്റെ ആ ഒരു ലിസ്റ്റിൻ്റെ അടിയിൽ ഫ്രീ ബീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടുള്ള കോഴ്സസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്തും ഒരുപാട് കോഴ്സസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആംഗുലറിൻ്റെ ഉണ്ട്, AWS ഉണ്ട്, മൊബൈൽ പ്രോഗ്രാമിംഗ് ഉണ്ട്, റിയാക്റ്റിൻ്റെ ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും, ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. താഴോട്ടേക്ക് നമുക്ക് ഫിൽറ്റേഴ്സ് ഉള്ള ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഫിൽറ്റേഴ്സിനകത്ത് ഓഫീസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ്റെ അടിയിൽ നമുക്ക് ഓഫീസ് ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് 3 ഓപ്ഷൻ ഇപ്പം കാണിക്കുന്നുണ്ട്. അതിനകത്ത് 2 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയും മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെയാണ് 2 സാധനങ്ങൾ. അപ്പോൾ ഈ 2 കോഴ്സാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കോഴ്സസ് ഫ്രീ ആണ്. അത് മാത്രമല്ല നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും 2ൻ്റെ കേസിലും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാനാണ് പറയാം. നമ്മളെ പേരും ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പേരെല്ലാം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം, കാരണം പേര് മാറിപ്പോയാൽ നമ്മൾ സർട്ടിഫിക്കറ്റിനകത്തോ ആ പേര് തെറ്റിയ പേരായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കറക്റ്റ് പേര് കൊടുക്കുക, എന്നിട്ട് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഈ 2 കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നത് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ആയാലും എക്സലിൻ്റെ ആയാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 2 കോഴ്സസിനുള്ളിൽ കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സർട്ടിഫിക്കേഷൻ വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും നമ്മളെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളത്. അപ്പോൾ ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് എല്ലാം എടുത്തു വെക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ വേറെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, കോഴ്സെറ ഉണ്ട്, യുഡീമി ഉണ്ട്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമൻസിൽ ഇടാം. എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും ഇങ്ങനെയുണ്ട് വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളത്. അതെന്തായാലും ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് എടുത്ത് വെക്കുന്ന ആൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.